പൊന്നൂസിനൊരു സർപ്രൈസ് കൊടുക്കാനാണ്. പക്ഷെ അത് പൊന്നൂസിന് അറിയില്ല. ഉച്ചവരെ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് ചെല്ലും എന്നൊക്കെ. അപ്പോൾ അവൾക്ക് SSLC-യിൽ നല്ല മാർക്ക് കിട്ടിയ കാരണം നമുക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ ട്രിപ്പ് കാരണം നമ്മളത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ നേരെ പോണത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാളു അവരങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും അവളായിട്ട് ഭയങ്കര തർക്കം കാര്യങ്ങളൊക്കെ പോലെ ഭയങ്കര അഭിനയമൊക്കെ ചെയ്തുട്ടാ. പിള്ളേർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളിന്ന് ചെല്ലില്ല എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവും ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലം കാണാൻ. ഇത് വേറെ എവിടെയില്ല, കുതിരാൻ്റെ അവിടെയാണ് കേട്ടോ. തുരങ്കത്തിൻ്റെ അവിടെയുള്ള മലയിൽ കോട വരുമ്പോൾ ഉള്ള ആ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭംഗി ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഭംഗി എപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നാറില്ല. പക്ഷേ എനിക്കെന്തോ ഇന്ന് ഈ ഒരു വീഡിയോ പിടിക്കുമ്പോൾ ഈ ഒരു സ്ഥലവും ആ നല്ല ഭംഗിയുള്ള ആ തുരങ്കവും ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. ഈ ഒരു ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയണത്, ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ എത്തുമ്പോഴേക്കും അവർ ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടാ. ഇനി എന്താവോ എന്തോ. നമ്മളപ്പോൾ ഹൈലൈറ്റ് മോളിൻ്റെ ഫ്രണ്ടിലെത്തി നിൽക്കുകയാണ് കേട്ടോ. അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും ഒരുവിധ ഐഡിയ ഇല്ല. ഞാനും ആളും രാവിലെ ഞങ്ങൾ വരുന്നില്ല എന്നും പറഞ്ഞപ്പോൾ അവൾ ഞങ്ങളെ ചീത്ത പറഞ്ഞതാണ്. അപ്പോൾ അത് വൻ സർപ്രൈസ് ആവും. ഞാൻ അറിയാണ്ട് ഒന്ന് അച്ഛനെ വിളിച്ചു പോയതാണ് കേട്ടോ. അച്ഛൻ അവിടെ ഫോണിൽ കൂടെ പറയാണ്, നിങ്ങളെവിടെയാണ് കാറ് പാർക്ക് ചെയ്തേ, നിങ്ങളെവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിട്ടാ. ആ പിള്ളേർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ദൈവമേ എന്താവും എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇനി അവിടെ ചെല്ലുമ്പോൾ അവൾ നമ്മളെ സർപ്രൈസ് ആവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ച കേക്കായിട്ട് നോക്കാൻ വന്നു. അപ്പോൾ അവർ പറയണ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ അരമണിക്കൂർ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലാണ്. മുകളിലെ കേക്ക് തീർന്നു. ഞങ്ങളെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണേ. അവർ തൊട്ടപ്പുറത്തുള്ള മാക്സിന്ന് ഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ കേക്ക് ഓർഡർ കൊടുത്തിട്ട് അവരതവിടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള വെയിറ്റിംഗ് ആണ് കേട്ടത്. കേക്കിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. കേക്ക് കിട്ടിയിട്ട് വേണം അപ്പുറ സൈഡിലോട്ട് പോകാൻ. മാക്സിലുണ്ട് മറ്റേ ടീം അല്ലേ. അപ്പോൾ കേക്കൊക്കെ നമുക്ക് ഓർഡർ പറഞ്ഞിട്ട് കിട്ടി. നമ്മൾ പേരൊക്കെ എഴുതി കൺഗ്രാറ്റ്സ് പൊന്നൂസ്. അപ്പോൾ അവർ തൊട്ടപ്പുറത്തെ മാക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി ഞങ്ങൾക്ക് ക്ലൂ തരാനും അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട്. അപ്പം ഞങ്ങൾ എക്സലേറ്റർ വഴി കയറുമ്പോഴേക്കും അവർ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ പോയിട്ട് മാറ്റാം, നിങ്ങളപ്പോൾ കയറി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരിതാ കയറി പോവാണ്. കഴിഞ്ഞ സൺഡേ വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നെ എപ്പോഴും കാണാമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴാണ് വരിക എന്നുള്ള ഒരേ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് സർപ്രൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പരസ്പരം ഞങ്ങളുടെ സന്തോഷവും അതുപോലെ ഞങ്ങൾക്ക് വേഗിപ്പോയി ഞങ്ങളുടെ ആ സർപ്രൈസും എല്ലാം ഞങ്ങൾ ആഘോഷിച്ചു.
പോസ്റ്റർ നോക്കണേ. ഞങ്ങളുടെ കിടക്കണത് അറിയോ? ഞങ്ങളുടെ കിടക്കുന്ന ഹോട്ടലാ. ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തിറങ്ങുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് KFCയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.